Hi students, welcome back to our geography class for 8th standard students. In the last class we have discussed about the last chapter, that is the human resources. Okay, then today we will discuss about population change. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോപ്പുലേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു, പോപ്പുലേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞു. Then today we will discuss about population change. പോപ്പുലേഷൻ ആണ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? The population change refers to the change in the number of people during a specific time. ഒരു പർട്ടിക്കുലർ സമയം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡിൽ, ഒരു സ്പെസിഫിക് ടൈമിൽ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് പീപ്പിൾ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം, 2 വർഷം, അങ്ങനെ ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമ്പർ ഓഫ് പീപ്പിൾ ചേഞ്ച് ചെയ്യുന്നു. അതിനാണ് എന്ത് പറയുന്നത്? പോപ്പുലേഷൻ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, then this was actually due to the changes in the number of birth and death. എങ്ങനെയാണ് പോപ്പുലേഷൻ അത് ചേഞ്ച് വരുന്നത്? അതായത് ബർത്ത് റേറ്റും, അതായത് ബർത്ത് കൂടുക, ഡെത്ത് കൂടുക അല്ലെങ്കിൽ ഡെത്ത് കുറയുക, അതായത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റിനകത്തും ചേഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് പോപ്പുലേഷനകത്ത് മാറ്റങ്ങൾ വരുന്നത്. In 1800s, the world's population grew steadily but slowly. 1800s വേൾഡ് പോപ്പുലേഷൻ വളരെ സ്റ്റഡി ആയിരുന്നു, അതുപോലെ തന്നെ സ്ലോലി ആയിരുന്നു. ലാർജ് നമ്പർ ഓഫ് ബേബീസ് were born but they died early too. ഒരുപാട് കുട്ടികൾ ജനിക്കുന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് വീഴുന്നു. This was as there were no proper health facilities. അതെന്തുകൊണ്ടാണ്? അക്കാലങ്ങളിൽ പ്രോപ്പർ ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. Sufficient food was not available for all the people. Farmers were not able to produce enough to meet the food requirements of all the people. As a result of the total increase in population was very low. അപ്പോൾ 1800s 1800കളിൽ എന്താണ്? പോപ്പുലേഷൻ സ്റ്റഡി ആയിരുന്നു ബട്ട് സ്ലോലി ആയിരുന്നു. അതിൻ്റെ റീസൺ പറയുന്നത് ഹെൽത്ത് ഫെസിലിറ്റീസ് കുറവാണ്, അതുപോലെ തന്നെ ഫാമേഴ്സിന് ഈ ആളുകളെ മുഴുവൻ അതായത് കഴിക്കാൻ കൊടുക്കാനായിട്ട് ഉള്ള അതായത് പോറ്റാൻ പറ്റുന്നില്ലാത്ത രീതിയിലേക്ക് വന്നു. ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദ ഡിക്രീസ് ഇൻ പോപ്പുലേഷൻ. ഓക്കെ, ദെൻ in 1820 the world population reached 1 billion. 150 years later, in the early 1970s, the world population reached 3 billion. 1820 പറഞ്ഞല്ലോ, 1800s എന്താണ്? പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു. ദെൻ 1820 the world population 1 billion ആയിട്ട് വന്നു. ദെൻ ഒരു 150 ഇയർ കൂടെ കഴിഞ്ഞപ്പോൾ, 150 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ, അതായത് 1970 ആയപ്പോഴേക്ക് 3 ബില്യൺ ആയിട്ട്, അപ്പോൾ 1 ബില്യണിൽ നിന്ന് ഒരു 150 വർഷം കഴിഞ്ഞപ്പോൾ 3 ബില്യൺ ആയിട്ട് നേരെ ഇരട്ടി കഴിഞ്ഞ് പോയി. അപ്പോൾ ദാറ്റ് ഈസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അതാണ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ, അതായത് എക്സ്പ്ലോഷൻ, അതായത് പൊട്ടിത്തെറി, അതായത് പോപ്പുലേഷനകത്ത് ഒരു നല്ലൊരു ഇൻക്രീസ് ഉണ്ടാകുക. This is often called population explosion. Then the main reason for this growth, ഈ ഗ്രോത്തിന്റെ മെയിൻ റീസൺ എന്താണ്? was that with better food supplies and medicine, നല്ല ഫുഡ് സപ്ലൈസും അതുപോലെ തന്നെ മെഡിസിൻസും സപ്ലൈ ചെയ്യുക, ഡെത്ത് റെഡ്യൂസ് ചെയ്യുക, while the number of birth still remain fairly high. Birth are usually measured using the birth rate. ഇനിയുള്ള കുറച്ച് ടേംസ് ആണ് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്. ഓക്കെ, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്. ബർത്ത് റേറ്റ് മീൻസ് നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000 പീപ്പിൾ. 1000 ആളുകളിൽ വെച്ച് എത്ര പേര് ജനിക്കുന്നു. ദെൻ ഡെത്ത് ആർ യൂഷ്വലി മെഷേർഡ് യൂസിങ് ദ ഡെത്ത് റേറ്റ്. ഡെത്ത് മെഷർ ചെയ്യുന്നത് ഡെത്ത് റേറ്റ് വഴിയായിട്ടാണ്. നമ്പർ ഓഫ് ഡെത്ത് പെർ 1000 പീപ്പിൾ, 1000 ആളുകൾ എത്ര പേര് മരിക്കുന്നു, അപ്പം എത്ര പേര് ജനിക്കുന്നു, എത്ര പേര് മരിക്കുന്നു. ദാറ്റ് ഈസ് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്. ഓക്കെ, ദെൻ മൈഗ്രേഷൻസ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ആൻ ഏരിയ. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് പോകുന്നത്, എന്നിട്ട് അവിടെ ചെന്നിട്ട് അവരവിടെ സെറ്റിൽ ആവുന്നു. ദെൻ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ സെറ്റിൽ ആവുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം
എന്താണ് പോപ്പുലേഷനൊക്കെ മാറ്റം ഉണ്ടാവും, ശരിയല്ലേ? ബർത്ത് ആൻഡ് ഡെത്ത് ആർ ദ നാച്ചുറൽ കോസസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്. പോപ്പുലേഷൻ ചേഞ്ചിന്റെ നാച്ചുറൽ കോസസ് ആണ് ബർത്തും ഡെത്തും. ജനനവും മരണവുമാണ് എപ്പോഴും പോപ്പുലേഷനെ നിർണ്ണയിക്കുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബർത്ത് റേറ്റ് ആൻഡ് ദ ഡെത്ത് റേറ്റ് ഓഫ് എ കൺട്രി ഈസ് കോൾഡ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ, ഒരു കൺട്രിയിലെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ ദ ബർത്ത് റേറ്റ് ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ഓഫ് എ കൺട്രി ഈസ് നോൺ ആസ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. ഓക്കെ, ഓരോ കൺട്രിയിലും അത് വ്യത്യാസം ഉണ്ടായിരിക്കും. Then the population increase in the world is mainly due to rapid increase in natural growth rate. അപ്പോൾ ഈ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, then ഇനി വരുന്ന രണ്ട് ടേംസ് ആണ് എമിഗ്രേറ്റ്സ് ആൻഡ് ഇമിഗ്രേറ്റ്സ്. എമിഗ്രേറ്റ്സ് ആൻഡ് ഇമിഗ്രേറ്റ്സ്. എമിഗ്രേറ്റ്സ് ആർ പീപ്പിൾ ഹു ലീവ് എ കൺട്രി. ഒരു രാജ്യത്തു നിന്ന്, ഒരു കൺട്രിയിൽ നിന്നും ലീവ് ചെയ്യുന്നത്, അതായത് പോകുന്ന ആളുകളാണ് എമിഗ്രേറ്റ്സ്. ദെൻ ഇമിഗ്രേറ്റ്സ് ആർ ദോസ് ഹു അറൈവ് ഇൻ എ കൺട്രി. അതായത് ഒരു കൺട്രിയിലേക്ക് വരുന്ന ആൾക്കാരാണ് ഇമിഗ്രേറ്റ്സ്. തെറ്റിപ്പോകരുത്. എമിഗ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന്, ഇപ്പം ഇന്ത്യയിൽ നിന്നും വേറെ അമേരിക്കയിലേക്ക് പോകുന്ന ആൾക്കാർ, അപ്പോൾ അതെന്താണ് എമിഗ്രേറ്റ്സ്. ദെൻ അവിടെ നിന്ന് ഇവിടെ വന്ന് സെറ്റിൽ ആവുന്നവർ ഇമിഗ്രേറ്റ്സ്. ഓക്കെ, ദെൻ കൺട്രീസ് ലൈക്ക് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ. ഇവിടെയൊക്കെ ഇൻ മൈഗ്രേഷൻ ഓർ ഇമിഗ്രേഷൻ, ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഇൻ മൈഗ്രേഷൻ വഴി ഉള്ള, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഓസ്ട്രേലിയയിലേക്കൊക്കെ ഇവിടുന്ന് ആളുകൾ അവിടെ പോയി സെറ്റിൽ ആവുകയാണ്. അപ്പോൾ അതെന്താണ് ഇൻ മൈഗ്രേഷൻ, ആ രാജ്യത്തേക്ക് ആളുകൾ അങ്ങോട്ട് വരികയാണ്, ഇൻ മൈഗ്രേഷൻ. Then Sudan is an example of a country that experienced loss of population. പോപ്പുലേഷൻ കുറഞ്ഞു പോയ ഒരു രാജ്യമാണ് സുഡാൻ. എന്താണ് കാരണം? ഔട്ട് മൈഗ്രേഷൻ ഓർ എമിഗ്രേഷൻ. കാരണം സുഡാനിൽ നിന്നും ആളുകൾ അവിടെ ജോലി ഇല്ലാത്തത് കൊണ്ട്, അങ്ങനെ പല റീസൺസ് ആയിരിക്കാം, അങ്ങനെ അവിടെ നിന്നും സുഡാൻ എന്ന രാജ്യത്ത് നിന്നും ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി. അപ്പോൾ അതെന്താണ്, അവിടെ പോപ്പുലേഷൻ കുറഞ്ഞു. ദാറ്റ് ഈസ് ഔട്ട് മൈഗ്രേഷൻ അല്ലെങ്കിൽ എമിഗ്രേഷൻ. ഓക്കെ, then next pattern of population change. Some countries like Kenya have high population growth rate ഉള്ള സ്ഥലമാണ് കെനിയ. Then we move to population composition. Population composition നകത്ത് വരുന്നതാണ് population pyramid or age sex pyramid. Population pyramid or age sex pyramid. Okay, then both Bangladesh and Japan are very densely populated. ബംഗ്ലാദേശും ജപ്പാനും വളരെ ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളാണ് ബംഗ്ലാദേശ് ആൻഡ് ജപ്പാൻ. ബട്ട് ജപ്പാൻ ഈസ് ഫാർ മോർ ഇക്കണോമിക്കലി ഡെവലപ്ഡ് ദാൻ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിനേക്കാൾ അതായത് കൂടുതൽ ഡെവലപ്ഡ് ആയിട്ട് വരുന്നത് ഏതാണ്? ജപ്പാനാണ്. To understand the role of people as a resource, we need to know more about their qualities. People vary greatly in their age, sex, literacy level, health condition, occupation and income level. It is essential to understand these characteristics of the people. Population composition refers to the structure of the population. Population composition എന്ന് പറഞ്ഞാൽ അതായത് ഇതിൽ ഈ ഒരു ആളുകളുടെ, അതായത് പീപ്പിൾ ആസ് എ റിസോഴ്സ് ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിയണം. അതായത് ഏജ്, സെക്സ്, ലിറ്ററസി ലെവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയണം. ദ കമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ ഹെൽപ്പ് അസ് ടു നോ. കമ്പോസിഷൻ നമ്മളെ എന്തിനു വേണ്ടി സഹായിക്കുന്നു? ഹൗ മെനി മെയിൽസ് ആൻഡ് ഫീമെയിൽസ്, അതായത് എത്ര മെയിൽസ്, എത്ര ആണുങ്ങളുണ്ട്, എത്ര പെണ്ണുങ്ങളുണ്ട്. ഹൗ മെനി മെയിൽസ് ആൻഡ് ഹൗ മെനി ഫീമെയിൽസ്. വിച്ച് ഏജ് ഗ്രൂപ്പ് they belong to, അതെ അവർ ഉള്ളവർ ഏത് ഏജ് ഗ്രൂപ്പിലാണ്. ഹൗ എഡ്യൂക്കേറ്റഡ്, എത്ര പേര് വിദ്യാഭ്യാസമുള്ളവരാണ്, ഇല്ലാത്തവരാണ്, ഒക്യുപ്പേഷൻ ഉള്ളവരാണ്, എംപ്ലോയിഡ് എത്ര പേരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. അതാണ് കമ്പോസിഷൻ. An interesting way of studying the population composition of a country is by looking at the population pyramid. അത് നമുക്ക് ഒരു സ്റ്റഡി, അതായത് ഒരു രാജ്യത്തെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ അവിടെ നമുക്കൊരു പോപ്പുലേഷൻ പിരമിഡ് അല്ലെങ്കിൽ ഒരു ഏജ് സെക്സ് പിരമിഡ് അതിനകത്തുനിന്ന് മനസ്സിലാവും. നോക്കി, ഒരു പോപ്പുലേഷൻ പിരമിഡാണ് ഈ കാണുന്നത്. ഇവിടെ
ഓറഞ്ച് കളറിൽ കാണുന്നത് ഫീമെയിൽസും ബ്ലൂ കളറിൽ കാണുന്നത് മെയിലുമാണ്. അപ്പം മെയിൽസ് ആണോ ഫീമെയിൽസ് ആണോ എന്നുള്ളത് അതിൻ്റെ നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോഴേ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ പോപ്പുലേഷൻ പിരമിഡ് ഓഫ് കെനിയ. നോക്കിയേ, കെനിയയിൽ ഞാൻ പറഞ്ഞല്ലോ, കെനിയ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ പിരമിഡ് ഓഫ് കെനിയ, കെനിയയിലെ പോപ്പുലേഷൻ പിരമിഡ്. ഓക്കെ, then the population pyramid also tells us how many dependents there are in a country. Dependents. Okay, what is meant by dependents? Dependents എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ആശ്രയിക്കുന്നവർ. നമുക്കറിയാം, ഒരു ഏജ് ഗ്രൂപ്പ് വരുമ്പോൾ ബിലോ 15 ഇയേഴ്സ്, 15 വയസ്സിൽ താഴെയുള്ളവരും, അതുപോലെ തന്നെ ഏജ് ഓവർ 65, 65 വയസ്സിൽ മുകളിലുള്ളവരും, ഇവർ രണ്ടുപേരും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. സോ ദേ ആർ ഡിപ്പെൻഡൻസ്. ഇവരെ പറയുന്ന പേരാണ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ദെൻ പോപ്പുലേഷൻ പിരമിഡ് ഓഫ് കെനിയ. ദിസ് ഈസ് ബിക്കോസ് ഓൾദോ മെനി ചിൽഡ്രൻ ആർ ബോൺ. ലുക്ക്, നോക്കിയേ, ഇതിൻ്റെ ഈ പിരമിഡിൻ്റെ ബേസിൽ ഒരുപാട് കുട്ടികൾ ജനിക്കുന്നുണ്ട്. ദിസ് ഈസ് ബിക്കോസ് ഓൾദോ മെനി ചിൽഡ്രൻ ആർ ബോൺ, എ ലാർജ് പെർസെൻറ്റേജ് ഓഫ് ദം ഡൈ ഇൻ ദ ഇൻഫൻസി. പക്ഷേ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവിടെ മരണം സംഭവിക്കുന്നു. റിലേറ്റീവ്ലി ഫ്യൂ ബിക്കം അഡൽട്സ്, അതിൽ കുറച്ച് പേര് സർവൈവ് ചെയ്തവർ അഡൽട്ട് ആവുന്നു. ആൻഡ് ദർ ആർ എ ഫ്യൂ ഓൾഡ് പീപ്പിൾ. കണ്ടോ, ഓൾഡ് പീപ്പിൾ വരുമ്പോൾ എന്താവുന്നു, വളരെ കുറവാണ് വരുന്നത്. ദിസ് സിറ്റുവേഷൻ ഈസ് ടിപ്പിഫൈഡ് ബൈ ദ പിരമിഡ് ഷോൺ ഫോർ കെനിയ. ഇതാണ് കെനിയയിലെ പോപ്പുലേഷൻ പിരമിഡ്. ഓക്കെ, ക്ലിയർ? ദെൻ ഇനി വരുന്നത് പോപ്പുലേഷൻ പിരമിഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പോപ്പുലേഷൻ പിരമിഡാണ്. മോർ ഇൻഫൻസ് സർവൈവ് ടു അഡൽഹുഡ്. ഇവിടെ ഇൻഫൻസ് കണ്ടോ, ഇൻഫൻസ് കൂടുതൽ ആളുകളും തന്നെ അഡൽട്ട്ഹുഡിലേക്ക് മാറുന്നുണ്ട്. ദിസ് ക്യാൻ ബി സീൻ ഇൻ ദ പിരമിഡ് ഫോർ ഇന്ത്യ. ഇത് ഇന്ത്യയിൽ കാണുന്ന ഒരു പിരമിഡിൻ്റെ ഒരു പാറ്റേൺ ആണ്. സച്ച് പോപ്പുലേഷൻ കണ്ടെയ്ൻസ് എ റിലേറ്റീവ്ലി ലാർജ് നമ്പർ ഓഫ് യങ് പീപ്പിൾ. അതായത് ഈ ഇൻഫൻസ് തന്നെ ഏകദേശം അത്ര ആളുകൾ തന്നെ അഡൽട്ട്ഹുഡിലേക്ക് കയറുന്നുണ്ട്. ആൻഡ് വിച്ച് മീൻസ് എ സ്ട്രോങ് ആൻഡ് എക്സ്പാൻസിങ് ലേബർ ഫോഴ്സ്. നോക്കിയേ, അവരിൽ കുറേ പേര് ഓൾഡ് ഏജിലേക്കും വരുന്നു. ദെൻ ഇനി അടുത്തത് ജപ്പാനിലാണ്. ലിസൺ, ഇൻ കൺട്രീസ് ലൈക്ക് ജപ്പാൻ, ലോ ബർത്ത് റേറ്റ് മേക്ക് ദ പിരമിഡ് നാരോ. നോക്കിയേ, ഇവിടെ ബർത്ത് റേറ്റ് കുറവാണ്. ജപ്പാനിൽ കുട്ടികൾ ഉണ്ടാകുന്നത്, അതായത് ജനനം കുറവാണ്. അതുകൊണ്ട് തന്നെ ആ പിരമിഡിൻ്റെ ഷേപ്പ് നോക്കിയ ബേസ് വളരെ കുറവാണ്. ദെൻ ഡിക്രീസ്ഡ് ഡെത്ത് റേറ്റ് കുറവാണ്. അലൗ നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ടു റീച്ച് ഓൾഡ് ഏജ്. കണ്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾഡ് ഏജ് വരുമ്പോഴത്തെ പാറ്റേൺ നോക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതിപ്പോൾ നമ്മൾ 3 രാജ്യങ്ങളുണ്ട്, അതായത് ഇന്ത്യ, കെനിയ, ജപ്പാൻ. ഈ 3, അങ്ങനെ നമുക്ക് ഏതെങ്കിലും 2-3 കൺട്രീസ് എടുത്ത് നോക്കി നമ്മളൊരു പഠനം നടത്തിയാൽ ഇതുപോലെയുള്ള പിരമിഡ്സ് നിർമ്മിക്കാൻ സാധിക്കും. സ്കിൽഡ് ആൻഡ് സ്പിരിച്വൽ hopeful young people endowed with a positive outlook are the future of any nation. ഏത് രാജ്യത്തിൻ്റെയും ആ പവർ എന്ന് പറയുന്ന പീപ്പിളാണ്, അതുപോലെ യങ് പീപ്പിളാണ്. ഓക്കെ, വി ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ആർ ഫോർച്ചുനേറ്റ് ടു ഹാവ് സച്ച് എ റിസോഴ്സ്. അതുപോലെ നല്ലൊരു റിസോഴ്സ് പീപ്പിൾ ഉണ്ട്. They must be educated. അതുതന്നെയല്ല, ആളുകൾ എഡ്യൂക്കേറ്റഡ് ആണ്. ആൻഡ് പ്രൊവൈഡഡ് സ്കിൽസ്, നല്ല സ്കില്ലുള്ളവരാണ്. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ടു ബിക്കം ഏബിൾ ആൻഡ് പ്രൊഡക്റ്റീവ്, ഏബിൾ ആകാനും പ്രൊഡക്റ്റീവ് ആകാനും ഉള്ള നല്ല അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള ചാപ്റ്റർ നമ്മളിവിടെ തീരുന്നു. അതോടുകൂടി നമ്മുടെ സിലബസിലെ ലെസൺസ് എല്ലാം, ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആണ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ റിവിഷൻ ലെസൺ തുടങ്ങുന്നതാണ്. റിവിഷൻ ക്ലാസ് കാണാതിരിക്കരുത്. ബിക്കോസ് റിവിഷൻ ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻ പറയും, ആ ക്വസ്റ്റ്യൻ ഒരിക്കലും നോട്ടിൽ തരില്ല.
അതുകൊണ്ട് റിവിഷൻ ക്ലാസ് അടുത്ത നെക്സ്റ്റ് ആഴ്ച മുതൽ ഞാൻ ഇടുന്നതായിരിക്കും. സോ റിവിഷൻ ക്ലാസ് കാണുക. സോ സ്റ്റഡി വെൽ. താങ്ക് യു.